നാട് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നാട്ടിലൊരു പ്രശ്നമുണ്ട് എന്ന് തിരിച്ചറിയാതെ 9 വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്ന ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് ഈ നാട് നേരിടുന്ന ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഞാൻ എൻ്റെ സഹപാനലിസ്റ്റായ CPM-ന്റെ നേതാവിനെ അഭിവാദ്യം ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അദ്ദേഹം കേരളത്തിലെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ താമരശ്ശേരിയിലും വെഞ്ഞാറമൂട്ടിലുമൊക്കെ ഉണ്ടായ കേസുകളെ പറ്റി ശ്രീമതി ഷാനി ചോദിക്കുമ്പോൾ അദ്ദേഹം ഏറ്റവും ചുരുങ്ങിയത് ആന്ധ്രാപ്രദേശിനെയും പശ്ചിമ ബംഗാളിനെയും അതുപോലെ തന്നെ ഒറീസയും ഒക്കെ മാത്രമാണ് ഉദാഹരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ പ്രവൃത്തി കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തെക്കാൾ എത്രയോ മെച്ചമാണ്. കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് കേരളത്തിലെ ഈ പ്രശ്നങ്ങളെ പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം ടെക്സാസിലെയും കാലിഫോർണിയയിലെയും ഫ്ലോറിഡയിലെയും ഒക്കെ കണക്ക് വെച്ചിട്ടാണ് കേരളവും വലിയ കുഴപ്പമൊന്നുമില്ല, നമ്മളും അമേരിക്കയും തമ്മിലൊരു ഡയറക്റ്റ് ഫൈറ്റ് ആണ്, ഇഞ്ചോട് ഇഞ്ച് ഫൈറ്റിൽ ഏത് നിമിഷവും നമ്മൾ അമേരിക്കയെ പരാജയപ്പെടുത്തുമെന്ന തരത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിനേക്കാൾ മെച്ചമായിരുന്നു അദ്ദേഹത്തിന്റെ താരതമ്യം എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത്. ഇവര് ശ്രീമതി ഷാനി അങ്ങ് ജോലി ചെയ്യുന്ന സ്ഥാപനമായ മനോരമയിൽ ഒരു പ്രശ്നമുണ്ട് എങ്കിൽ നിങ്ങൾ മനോരമയുടെ മാനേജ്മെന്റ് ആദ്യം ചെയ്യേണ്ടത് മനോരമയിൽ ഒരു പ്രശ്നമുണ്ട് എന്ന് അംഗീകരിക്കലാണ്. അത് അംഗീകരിച്ചതിന് ശേഷം മാത്രമാണ് പരിഹാരം കണ്ടെത്താൻ കഴിയുക. ദൗർഭാഗ്യവശാൽ നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരു ഫോൾസ് ഈഗോയിലാണ്. ഈ നാട്ടിലൊരു പ്രശ്നമുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ അയ്യോ ഞങ്ങളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നേ എന്ന ഒരു നിലവിളി വിളിച്ചിട്ട് പിന്നെ അതിനെ കുറെ കണക്കുകളും താരതമ്യ പഠനങ്ങളും ഒക്കെ വെച്ചിട്ട് വ്യാജമായ ഒരു നിർമ്മിതിയിൽ ഇങ്ങനെ കയറിയിരുന്ന് അഭിരമിക്കുകയാണ് കൂട്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശ്രീ അരുൺകുമാറിന്റെ ആദ്യ പാദത്തിലെ ശ്രമങ്ങൾ അത്രയും എന്തായിരുന്നു? ഇവിടുത്തെ നമ്പർ ഓഫ് കേസസ് വളരെ കൂടുതലാണ്. ശ്രീമതി ഷാനി, ഈ നമ്പർ ഓഫ് കേസസ് കൂടുന്നു. ഞാനതിന്റെ ആ കണക്കിനെ ദുർബലപ്പെടുത്തി കേരളത്തിലെ എക്സൈസ് സേനയുടെ മനോവീര്യത്തെ ദുർബലപ്പെടുത്താൻ ആഗ്രഹിച്ചിരുന്ന ഒരാളല്ല. പക്ഷേ പിന്നെയും ഈ കണക്കിൽ മാത്രം അഭിരമിക്കുമ്പോൾ ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ശ്രീ അരുൺകുമാർ ഒരു അഭിഭാഷകൻ കൂടിയാണല്ലോ. ഏത് കേസാണ് രജിസ്റ്റർ ചെയ്യുന്നത്? വളരെ തുച്ഛമായ ക്വാണ്ടിറ്റിയിൽ, നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കഞ്ചാവ് കച്ചവടം ചെയ്യുന്ന ഫൈൻ അടിക്കേണ്ട കേസുകളാണ് കേരളത്തിൽ കൂടുതലായും രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ആ കേസ് വെച്ചിട്ടാണ് ഇവർ ഈ നാട്ടിൽ ഞങ്ങളിതാ ലഹരിക്കെതിരായിട്ട് പോരാട്ടം നടത്തുന്നത് എന്ന് പറയുന്നത്. ഇത്തരം ഡ്രഗ്സിൽ ഏറ്റവും വീര്യം കുറഞ്ഞ കാര്യങ്ങളിലൊന്നാണ് ഈ കഞ്ചാവ്. ആ കഞ്ചാവിന്റെ തന്നെ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഫൈൻ അടച്ചാൽ തീരുന്ന കേസുകൾ, ആ കേസുകളുടെ നമ്പർ വെച്ചിട്ട് കേരളത്തിൽ സിന്തറ്റിക് ഡ്രഗ്സും ഡിസൈൻഡ് ഡ്രഗ്സും സെൽഫ് ഡിസൈൻഡ് ഡ്രഗ്സുമായി മാരകമായ കെമിക്കൽ ഡ്രഗ്സിന്റെ അമിതമായ ഉപയോഗം ഉണ്ടാകുമ്പോൾ, ഉപഭോഗം ഉണ്ടാകുമ്പോൾ, അതിന്റെ പേരിൽ ക്രൈം ഉണ്ടാകുമ്പോൾ അമ്മ ഏതാണ്, പെങ്ങൾ ഏതാണ്, അനുജൻ ഏതാണ്, കാമുകി ഏതാണ് എന്ന് തിരിച്ചറിയാതെ അവരെയൊക്കെ കൊന്നുകൊണ്ടിരിക്കുമ്പോൾ, സഹപാഠി ഏതാണ്, കൂട്ടുകാരൻ ഏതാണെന്ന് തിരിച്ചറിയാതെ നഞ്ചക്ക് വെച്ച് മസ്തിഷ്കം കലക്കുമ്പോൾ, ആ മസ്തിഷ്കം കലക്കുന്നതിനെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ ഈ കഞ്ചാവ് കേസിനെ പറ്റി പറഞ്ഞിട്ട് എന്താ ശ്രീ അരുൺകുമാറെ കാര്യമുള്ളത്? ഇനിയും അങ്ങയുടെ സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരായ്മ പറയാം. ഇപ്പൊ കേരളത്തിനകത്ത് ഇതിനെല്ലാം നിയന്ത്രിക്കാനായിട്ട് ഏറ്റവും പ്രധാനമായിട്ടും ബാധ്യതയുള്ള ഫോഴ്സ് ഏതാണ്? എക്സൈസ് അല്ലേ? ഇപ്പൊ കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം കേരള പോലീസിന് ചെയ്യാൻ വേറെ 100 ജോലികളുണ്ട്. അവർക്ക് ലോ ആൻഡ് ഓർഡറിലെ അവരുടെ ഒരു സെഗ്മെന്റ് മാത്രമാണ് ഈ ഡ്രഗ് വേട്ട എന്ന് പറയുന്നത്. അപ്പൊ ഇത് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് എക്സൈസ് ആണ്. ഈ എക്സൈസുകാരുടെ നിങ്ങൾ നിയമനം നടത്തുന്നുണ്ടോ എക്സൈസിൽ? ഞാൻ എൻ്റെ പാലക്കാട് ജില്ലയെ പറ്റി ഒരു ഉദാഹരണം പറയാം. പാലക്കാട് ജില്ലയിൽ 7 പ്രധാനപ്പെട്ട ചെക്ക് പോസ്റ്റുകളാണുള്ളത്. ഇതുപോലുള്ള NDPS കേസുകൾ ചാർജ് ചെയ്യേണ്ടുന്ന ബേസിക് ആയിട്ടുള്ള ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്ന എക്സൈസ് ഇൻസ്പെക്ടറാണ്. ഈ പാലക്കാട് ജില്ലയിലെ 9 ചെക്ക് പോസ്റ്റുകളിൽ 7 ചെക്ക് പോസ്റ്റിലും എക്സൈസ് ഇൻസ്പെക്ടർ തസ്തിക ഒഴിഞ്ഞു കിടക്കുകയാണ്. നിയമനമില്ല. നിങ്ങൾ ആവശ്യമായിട്ടുള്ള ഫോഴ്സിലേക്ക് ആളുകളെ നിയമിക്കുക പോലും ചെയ്യാതെ, അവരെ എക്യുപ്പ് ചെയ്യുക പോലും ചെയ്യാതെ നിങ്ങൾ ആരോടാണ് ഫൈറ്റ് പ്രഖ്യാപിക്കേണ്ടത്? ഈ പിടിക്കുന്നതൊക്കെ ആരെയാണ് ശ്രീമതി ഷാനി? 3 ഗ്രാമം 5 ഗ്രാമം 10 ഗ്രാമമായിട്ട് നടക്കുന്ന ആളുകളെയാ. ഞാൻ ഈ അടുത്ത കാലത്ത് ഈ സർക്കാരിന്റെ സേവനം കൊണ്ട്, ഈ സർക്കാരിന് എന്നോടുള്ള സ്നേഹം കൊണ്ട് 4 തവണ ജയിലിൽ കിടന്ന ആളാണ്. ഈ 4 തവണ ഞാൻ ജയിലിൽ കിടന്നപ്പോൾ എനിക്ക് വലിയ നിരാശ തോന്നിയത് എന്നോടൊപ്പം മുറി പങ്കിട്ട മഹാഭൂരിപക്ഷം കൊച്ചു പിള്ളേരാണ്. ഈ പിള്ളേരുടെയൊക്കെ പ്രായം എടുക്കുമ്പോൾ 22, 23 വയസ്സുള്ള കുട്ടികൾ. ഇവർ ചെയ്ത കുറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവര് ഈ ഡ്രഗ്സിന്റെ കടത്താണ്. ഇവർ ഏതാണ്? ഇവർ 5 ഗ്രാമും 10 ഗ്രാമുമായിട്ട് പിടിക്കപ്പെട്ട ആളുകളാണ് കിടക്കുന്നത്. ഇവരെ ഒരു 3-4 വർഷം കഴിയുമ്പോൾ പുറത്തേക്ക് ഇറങ്ങും. ഇവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ ചോദിക്കും, അല്ല നിങ്ങൾക്ക് ഇതിനകത്തൊരു കുറ്റബോധമൊക്കെ ഉണ്ടോ? പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്താ ചെയ്യുന്നത്? പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞങ്ങൾ പിന്നെ ഇത് തന്നെ ചെയ്യും എന്ന് പറയുന്ന റിഗ്രറ്റ് ഇല്ലായ്മയാണ് ഈ സർക്കാർ പിടിച്ചുകൊണ്ട് ജയിലിട്ടിരിക്കുന്ന ആളുകളുടെ അവസ്ഥ. ഈ 4 ഗ്രാമും 5 ഗ്രാമും 10 ഗ്രാമും ഇനി പോട്ടെ 1 കിലോ ആണെന്ന് കുട്ടിക്കോ, ആ കിലോ കണക്കിലുള്ള സാധനങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്ന ആളുകളുടെ മെയിൻ നെറ്റ്വർക്ക് നിങ്ങൾക്ക് ഇതുവരെ പിടിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഞാൻ ഈ ചെറുപ്പക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ, ഉദ്യോഗസ്ഥരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അതൊരു വലിയ മാഫിയാണ്. ആ മാഫിയെ, അത്യാധുനികമായ ആയുധങ്ങളുമായി എക്വിപ്ഡ് ആയിട്ടുള്ള ആ മാഫിയെ നേരിടാനായിട്ട് കേരളത്തിലെ, അതായത് ഏറ്റവും അത്യാധുനികമായിട്ടുള്ള, ഏറ്റവും സൂപ്പർസോണിക് ആയിട്ടുള്ള തോക്കുകൾ വരെ കൈവശം വെച്ചിരിക്കുന്ന ആ മാഫിയെ നേരിടാനായിട്ട് പോകുന്ന കേരളത്തിൽ എക്സൈസ് ഫോഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്താണ്? മറ്റേ ഈറ്റ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ലാത്തി. ആക്ഷൻ പ്ലാൻ എന്താണെന്ന് മുഖ്യമന്ത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കും. സത്യത്തിൽ ശ്രീമതി ഷാനി പരിഹസിക്കുകയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. സത്യത്തിൽ കേരളത്തിൽ
ഈ ലഹരി മുക്തിക്ക് ഏറ്റവും നന്നായിട്ട് നടത്താൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ലഹരി ഉപയോഗിക്കാൻ സാഹചര്യമുള്ള സ്ഥലങ്ങളിലെല്ലാം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഈ ഏതാണ്ട് ഒരു 10-45 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ആ ബോറം പ്രസംഗം കേൾപ്പിക്കലായിരുന്നു ഏറ്റവും ആവശ്യമായിട്ടുണ്ടായിരുന്നത്. അത് കേട്ട് കഴിഞ്ഞാൽ ലഹരിയെ പറ്റി ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞിങ്ങനെ വിരസമായ ആ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ അത് കേട്ടിട്ടെങ്കിലും ആ കുട്ടികൾ ഇതൊക്കെ നിർത്തിപ്പോകാനുള്ള ഒരു സാഹചര്യം വളരെ കൂടുതലായിട്ടുണ്ട്. അതല്ല അതൊരു മെച്ചവും ഞാൻ ആ പ്രസംഗത്തിനകത്ത് കണ്ടിട്ടില്ല. ഈ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിന്റെ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എഴുന്നേറ്റ് എന്നിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കാതെ, നിങ്ങൾ പല ശ്ലോകങ്ങളും കവിതകളും ഒക്കെ ചൊല്ലാതെ നിങ്ങൾ പറയൂ, നിങ്ങളെടുത്ത ആക്ഷൻ പ്ലാൻ എന്താണ്, ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ പതിവ് രീതിയിൽ ഹ ഹ ഹ എന്നൊരു മറുപടിയിലൂടെ പിന്നെയും അദ്ദേഹത്തിന്റെ എഴുതി തയ്യാറാക്കിയ പ്രസംഗം നീണ്ടുപോയി എന്നല്ല എന്തെങ്കിലും മെച്ചം കേരളത്തിലുണ്ടായോ? ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? കേരളത്തിൽ ഇവർ കൊടുക്കുന്ന പാട്രണേജ്, പൊളിറ്റിക്കൽ പാട്രണേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരനെ അമിതമായ ലഹരിയുടെ ഉപഭോഗമുള്ള ഒരു സംഘം നരാധമന്മാർ 3 ദിവസക്കാലം ക്രൂരമായി ആക്രമിച്ച് ആദ്യം മൃതപ്രായനാക്കിയതിനു ശേഷം കൊന്നു. ജലപാനം കൊടുക്കാതെ ആ ചെറുപ്പക്കാരനെ കൊന്നു. ആ കേസിനകത്ത് ഈ സർക്കാർ ചെയ്ത ഇമ്മ്യൂണിറ്റി എന്താണ്? ആ കുടുംബത്തിന്, ഞാനടക്കമുള്ള ആളുകൾ അതിന്റെ നിരാഹാര സമരം ഇരിക്കേണ്ടി വന്നു. എന്തിനു വേണ്ടിയിട്ടാ? CBI എൻക്വയറി പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട്. ആ കുടുംബം പറയുകയാണ് ഞങ്ങൾക്ക് കൺസേൺ ഉണ്ട്, ഞങ്ങൾക്ക് CBI എൻക്വയറി വേണമെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് സർക്കാരിന് ബ്ലാങ്ക് ഹാൻഡഡ് ആയിട്ട് തന്നെ CBI എൻക്വയറി പ്രഖ്യാപിക്കാൻ ഇത്ര മടി? എന്തുകൊണ്ടാണ് അതിന്റെ പ്രതികളായിട്ടുള്ള SFI പ്രവർത്തകർക്ക് പൊളിറ്റിക്കൽ ആയിട്ടുള്ള പാട്രണേജ് കൊടുക്കണമെന്ന് ഇവർ നിർബന്ധം പിടിക്കുന്നത്? കോട്ടയത്തെ കേസ് ആരാ ഉത്തരവാദികൾ? SFIക്കാര്. ഇനി നിങ്ങൾ ഈ കേരളത്തിൽ ഈ പുതിയ കാലഘട്ടത്തിൽ ഇത്തരം ക്രിമിനൽസിന്, ആ ക്രിമിനൽസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുലദൈവം എന്ന് പറയുന്നത് ശ്രീ പിണറായി വിജയനാണ്. അദ്ദേഹമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ കസേരയിൽ ഇരുന്നു കൊണ്ട് കേരള പോലീസ് കൊലപാതക ശ്രമത്തിന് കേസെടുത്ത ഒരു സംഘം ചെറുപ്പക്കാരെ തലയ്ക്ക് ഹെൽമറ്റ് വെച്ചും ചെടിച്ചട്ടി വെച്ചും അടിച്ച് കൊലപ്പെടുത്തുവാൻ നടത്തിയ ശ്രമത്തെ ഇത് ജീവൻ രക്ഷാ ശ്രമമാണ് എന്ന് പറഞ്ഞ് ആ കൊലപാതക ശ്രമത്തെ ഗ്ലോറിഫൈ ചെയ്ത, അതിനാവശ്യമായിട്ടുള്ള പൊളിറ്റിക്കൽ പാട്രണേജ് കൊടുത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഈ കാണുന്ന കൊച്ചു ക്രിമിനലുകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രചോദനമായി, ഇൻസ്പിറേഷനായി കേരളത്തിൽ നിൽക്കുന്നത്. മാത്രമല്ല ഇപ്പൊ ഇന്നത്തെ ഈ താമരശ്ശേരിയിലെ കേസിനകത്തെ പ്രതികളിൽ ഒരാൾ, ആളുടെ പിതാവ് TP ചന്ദ്രശേഖരൻ കൊലപാതക കേസിലെ പ്രതിക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോ വെച്ചിട്ടല്ല ഞാൻ പറയുന്നത്. ആ കുട്ടി കണ്ടു വളരുന്നത് എന്താണ്? TP ചന്ദ്രശേഖരൻ കേസ് പോലെ കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്തൊരു പൊളിറ്റിക്കൽ മർഡർ, അങ്ങനെ ചർച്ച ചെയ്ത സെൻസേഷണൽ സെൻസിറ്റീവ് കേസായ TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പോലും പ്രതികൾക്ക് ആയിരക്കണക്കിന് ദിവസം കിട്ടിയ പരോൾ ജീവിതം, അവർക്ക് ജയിലിനകത്ത് കിട്ടിയ സുഖ സൗകര്യങ്ങൾ. 5 ദിവസത്തെ മനോരമ പത്രത്തിൽ തന്നെ ഈ ലഹരി കടത്ത് കേസിനകത്ത് പ്രതികളായിട്ടുള്ള CPM നേതാക്കന്മാരുടെ അനുഭാവികളുടെ പേര് പറഞ്ഞാൽ 1 മണിക്കൂർ ചർച്ച മതിയാകാതെ വരും. എന്റെ പ്രശ്നം അതൊന്നുമല്ല. അദ്ദേഹം ഒരു നീണ്ട ലിസ്റ്റ് വായിച്ചു. എനിക്കറിയില്ല അതിനകത്ത് എത്ര പേരുകളെ പറ്റി എനിക്ക് ക്രോസ് ചെക്ക് ചെയ്യണം, അതെനിക്കറിയില്ല, ഞാൻ ചെക്ക് ചെയ്യാൻ പോലുമില്ല. ഞാൻ ചോദിച്ചു, അതിൽ ഒരാളെങ്കിലും പിടിക്കുമ്പോൾ അയ്യോ എന്നൊരു ശബ്ദമെങ്കിലും, ഒരു നേർത്ത ശബ്ദത്തിന്റെ പ്രതിരോധമെങ്കിലും യൂത്ത് കോൺഗ്രസോ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്താണ് പൊളിറ്റിക്കൽ പാട്രണേജ് എന്ന് പറഞ്ഞാൽ? പൊളിറ്റിക്കൽ പാട്രണേജ് എന്ന് പറഞ്ഞാൽ ഇവരുടെ പാർട്ടിയിൽപ്പെട്ട ആളുകൾ ക്രൈം നടത്തുന്നതിന്റെ പേരിൽ ഉണ്ടാകുന്നതിനല്ല പൊളിറ്റിക്കൽ പാട്രണേജ് എന്ന് പറയുന്നത്. ഇപ്പൊ കേരളത്തിൽ എല്ലാ കുറ്റകൃത്യവും ചെയ്യുന്നത് ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരായിരിക്കും. പക്ഷെ അതിന്റെ പേരിൽ അവർക്ക് ലഭിക്കുന്ന സംരക്ഷണം, ആ സംരക്ഷണത്തെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി തൊട്ട് ഇങ്ങോട്ട് താഴോട്ടുള്ള മുഴുവൻ ആളുകളും ഇങ്ങനെ സംരക്ഷിച്ച് നിർത്തുകയല്ലേ. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ ദിവസങ്ങളിൽ SFI സംസ്ഥാന സമ്മേളനത്തിൽ പോയി നടത്തിയിട്ടുള്ള ഒരു പ്രസംഗമുണ്ട്. ആ സമ്മേളനത്തിൽ എന്താ പറയുന്നത്? ഒരു സംഘം ആളുകൾ നിങ്ങൾക്കെതിരായിട്ടുള്ള വാർത്തകളും പ്രചരണങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്, അതുകൊണ്ട് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഇപ്പോഴെങ്ങനെയാണോ അങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കോ എന്നാണ് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ എന്ത് സന്ദേശമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി കൊടുക്കുന്നത്? മുഖ്യമന്ത്രി സന്ദേശം കൊടുക്കുന്ന SFIക്കാരുടെ കൂട്ടത്തിൽ പൂക്കോട്ടൂര് സിദ്ധാർത്ഥനെ കൊന്ന SFIക്കാരില്ലേ? കോട്ടയത്ത് ആ ചെറുപ്പക്കാരനെ മൃതപ്രായനാക്കിയ SFIക്കാരില്ലേ? ആ SFIക്കാരോട് പോയിട്ടല്ലേ ഇത് പറയുന്നത്? അല്ല, മുഖ്യമന്ത്രി ഒരു പ്രസംഗം നടത്തുമ്പോൾ കേരളത്തിന്റെ സ്റ്റേറ്റ് ചീഫ് അല്ലേ, കേരളത്തിന്റെ ഹോം മിനിസ്റ്റർ അല്ലേ, ഹോം മിനിസ്റ്റർ പോയി ഒരു പ്രസംഗം നടത്തുമ്പോൾ എന്താ പറയേണ്ടത്? നിങ്ങൾക്കിടയിൽ തെറ്റായ പ്രവണതകൾ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ തിരുത്തണം, അതിന് ഞങ്ങൾ സംരക്ഷണം തരില്ല. ഇപ്പോ ഇവിടെ ഇന്ന് നിയമസഭയിൽ പോലും ചില ഭരണപക്ഷ അംഗങ്ങൾ പ്രസംഗിക്കുന്നത് കേട്ടു. അതായത് കേസുകൾ പറയുകയാണ്. ഇതൊക്കെ പറയുമ്പോൾ ഇത്തരം സർക്കാർ ഭയങ്കരമായി പ്രതിരോധത്തിലാകുമ്പോൾ പറയുമ്പോൾ പിന്നെ ഇതിനെ പൊതുവൽക്കരിക്കും. ആ പൊതുവൽക്കരിക്കുന്നതിന്റെ ഭാഗമായിട്ട് പറയുകയാണ്, കണ്ടില്ലേ, ഒരു കോളേജിൽ പോയി ഒരു സ്കൂളിന്റെ പ്രിൻസിപ്പലിനോട് കുട്ടികൾ പറയുക, കോളേജിന്റെ പ്രിൻസിപ്പലിനോട് കുട്ടികൾ പറയുകയാണ്, മൊബൈൽ തന്നില്ല എങ്കിൽ തള്ളെ നിങ്ങളെ വൈകുന്നേരം ഞാൻ കാണിച്ചു തരാം എന്ന് പറയുകയാണ്. അത് ശരിയാണോ എന്ന് ചോദിക്കുകയാണ് ഭരണപക്ഷത്തെ MLA മാർ. ഏത് ഭരണപക്ഷത്തെ? അത് ഒരു കോളേജ് പ്രിൻസിപ്പലിന്റെ ശവമഞ്ചം ഒരുക്കിയ, കോളേജ് പ്രിൻസിപ്പൽ ഇരുന്ന കസേര കത്തിച്ച ആ SFIക്കാരോട് പോയിട്ട് നിങ്ങൾ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകൂ എന്ന് പറഞ്ഞതിന് ശേഷം കേരളത്തിലെ മുഖ്യമന്ത്രി പറയുന്നതിനകത്ത് വല്ല അർത്ഥമുണ്ടോ? കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി
കേരളത്തിന്റെ മുഖ്യമന്ത്രി അത് ന്യായീകരിക്കുന്നത് അങ്ങേയറ്റം തെറ്റാണ്. കേരള പോലീസ് കൊലപാതക ശ്രമമെന്ന് ക്രൈം ചാർത്തുന്ന ഒരു കേസിനകത്ത് കേരളത്തിന്റെ പോലീസിന്റെ മന്ത്രി പറയുകയാണ് അത് കൊലപാതക ശ്രമമല്ല. FIR ഇട്ട കേസിനകത്താണ് പറയുന്നത് കൊലപാതക ശ്രമമല്ല, ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്ന് പറയുമ്പോൾ അവർക്ക് അന്വേഷണത്തിനുള്ള ഡയറക്ഷൻ കൊടുക്കല്ലേ ഈ രീതിയിൽ അന്വേഷിച്ചാൽ മതിയെന്ന്. കേരളത്തിന്റെ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഇതാണ്. ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഞാൻ പറഞ്ഞല്ലോ അതിനകത്ത് എനിക്ക് തർക്കമേതുമില്ലാതെ ഞാൻ പറയുന്നു, കൊലപാതകങ്ങളെ, അക്രമങ്ങളെ, ഇത്തരത്തിലുള്ള അരാജക പ്രവണതകളെ ഏത് രാഷ്ട്രീയ നേതൃത്വം ആര് ന്യായീകരിച്ചാലും അതിനെ അംഗീകരിക്കാൻ കഴിയില്ല, തർക്കമില്ല. അതവിടെ കഴിയാമല്ലോ. ഇനി എന്റെ പോയിന്റ് എന്താണ്, ഇപ്പൊ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഇപ്പുറത്ത് വന്നിരുന്നിട്ട് ഉപദേശിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, ഞാൻ ശ്രീ ആഷിഖ് അബു, അദ്ദേഹത്തിന്റെ നല്ല സിനിമകളെ നന്നായി ആസ്വദിക്കുന്നയാളാണ് ഞാൻ. അദ്ദേഹത്തിന്റെ മായാനദി അടക്കമുള്ള സിനിമകളോട് എനിക്ക് വലിയ ബഹുമാനവും ഇഷ്ടവുമാണ്. പക്ഷേ ശ്രീ ആഷിഖ് അബു കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന ഇറക്കി. ശ്രീ ആഷിഖ് അബു എന്താ പറഞ്ഞത്? അതായത് മലയാള സിനിമയ്ക്കകത്ത് സിനിമയിലൂടെ ഇത്തരത്തിൽ അതൊന്ന് മന്ത്രിമാരിൽ ആവർത്തിച്ചിട്ടുമുണ്ട്, സിനിമയിലൂടെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപഭോഗം അമിതമാകുന്നു, ഇതൊരു പ്രചോദനമാകുന്നു എന്നാണ് ശ്രീ ആഷിഖ് അബു പറഞ്ഞത്. ഏത് ആഷിഖ് അബു? ഇടുക്കി ഗോൾഡ് എന്നൊരു സിനിമയ്ക്ക് തന്നെ പേരിട്ട് ഈ കഞ്ചാവിനെ, ഡ്രഗിനെ പർവ്വതീകരിക്കാൻ, ഗ്ലോറിഫൈ ചെയ്യുവാൻ ഒരു സിനിമ തന്നെ പിടിച്ച ആഷിഖ് അബു ഇനി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ റൈഫിൾ ക്ലബ് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. ആ റൈഫിൾ ക്ലബ് എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ആ സിനിമയുടെ കണ്ടന്റിനെ, കഥയൊന്നും ഞാൻ കുറ്റപ്പെടുത്തുന്നത്, ആ സിനിമയ്ക്കകത്തെ അനുരാഗ് കശ്യപിന്റെ കഥാപാത്രത്തിന്റെ ഒരു ഡയലോഗ് ഉണ്ട്. മകനോട് ചോദിക്കുകയാണ്, നിനക്കാദ്യമായി കഞ്ചാവ് തന്നതാരാണ്? അത് അപ്പ. നിനക്കാദ്യമായി കൊല്ലാൻ ആളെ നിർത്തി തന്നതാരാണ്? അത് അപ്പ. നിനക്കാദ്യമായി പെണ്ണിനെ തന്നതാരാണ്? അത് അപ്പ. എന്തു പറയുന്ന സിനിമ ഇറക്കി അത് ഡയലോഗാക്കി അത് റീൽസിലൂടെ ഓടിക്കുന്ന ശ്രീ ആഷിഖ് അബു വന്നിരുന്നിട്ട് പറയുകയാണ് ചലച്ചിത്ര മേഖലയിലെ ഇത്തരത്തിലുള്ള ചില പ്രവണതകൾ പ്രോത്സാഹനമാകുന്നുണ്ട്. അപ്പൊ ഇത് ആഷിഖ് അബു ഇത് പറയുമ്പോ, ആഷിഖ് അബു ഇത് കുറ്റപ്പെടുത്തുമ്പോ ആരെയാണ് കുറ്റപ്പെടുത്തുന്നത്? അദ്ദേഹം തൊട്ടു മുൻപിറക്കിയ സിനിമ പോലും ഈ പറയുന്ന വയലൻസിന്റെയും ഡ്രഗിന്റെയും ഒക്കെ അമിതമായ വിപണന നടത്തിയൊരു സിനിമ. ആ സിനിമ സംവിധാനം ചെയ്തിരുന്ന സംവിധായകൻ ഇങ്ങോട്ട് മാറി നിന്നിട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് അപഹാസ്യമാണ്. CPM നേതൃത്വം ഇപ്പൊ ചെയ്യുന്നത് പോലെയുള്ള കുറ്റപ്പെടുത്തൽ പോലുള്ള അപഹാസ്യമാണ്. കേരളത്തിൽ ഇത് ഉണ്ടാകാൻ പാടില്ല. അതായത് നമുക്ക് താരതമ്യ പഠനങ്ങൾ വേണ്ട. ആസാമിൽ എത്ര ക്രൈം ഉണ്ടായി, പഞ്ചാബിൽ എത്ര ക്രൈം ഉണ്ടായി, തമിഴ്നാട്ടിൽ എത്ര ക്രൈം ഉണ്ടായി, അതല്ല നമ്മുടെ വിഷയം. കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതിനെന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? അത് ചെയ്യാൻ കേരളത്തിന്റെ പ്രതിപക്ഷം ഇത് 3-ാം തവണയാണ് അടിയന്തര പ്രമേയത്തിന്റെ നോട്ടീസ് കൊടുക്കുകയും അത് ചർച്ചയിൽ കൊണ്ടുവരികയും ചെയ്യുന്നത്. കഴിഞ്ഞ 2 തവണയും വളരെ പോസിറ്റീവായിട്ട് ഇതിനെ പ്രതിരോധിക്കുവാൻ ശ്രീ PC വിഷ്ണുനാഥ്, കുണ്ടറ നിയമസഭാ സാമാജികനായ ശ്രീ PC വിഷ്ണുനാഥിന്റെ അടിയന്തര പ്രമേയം ഇന്നും നമ്മുടെ എല്ലാവരുടെ മനസ്സിലുണ്ട്. എത്ര പോസിറ്റീവ് നോട്ടിലാണ് ആ ഡിസ്കഷനെ മുന്നോട്ട് കൊണ്ടുപോയത്. പക്ഷെ ഇവിടേക്ക് വരുമ്പോൾ എന്താ പ്രശ്നം? ഇത് പിന്നെയും ആവർത്തിക്കുകയാണ്. 2022 നമ്മൾ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച് പോസിറ്റീവ് നോട്ടിൽ എൻഡ് ചെയ്യുന്ന ഒരു വിഷയത്തിൽ 2025 എത്തിക്കെത്തുമ്പോൾ അതിനേക്കാൾ വയലൻസ് കൂടുകയാണ് ശ്രീമതി ഷാനി. ഇപ്പൊ വെഞ്ഞാറമൂട്ടിലെ കേസ് തന്നെ നിങ്ങൾ എടുക്കൂ. ആ കേസിനകത്ത് പോലീസാണോ ഇത് ഐഡന്റിഫൈ ചെയ്തത്? പോലീസല്ല ഐഡന്റിഫൈ ചെയ്തത്. ഈ കൊന്നയാൾ തന്നെ വന്ന് കൺഫസ് ചെയ്യുമ്പോഴാണ് കേരള പോലീസിന് ഇത് കണ്ടെത്താൻ കഴിയുന്നത്. എന്തൊരു പരാജയമാണ് കേരളത്തിന്റെ പോലീസിങ്ങും ഇന്റലിജൻസും ഈ പറയുന്ന മയക്കുമരുന്നിനെ ഡീൽ ചെയ്യുന്ന കാര്യത്തിനകത്ത്. ഇതിനകത്ത് ഞാൻ നിയമസഭയിൽ എനിക്ക് ഒരു ചോദ്യം ചോദിക്കുവാൻ അവസരം കിട്ടിയപ്പോൾ ഞാൻ കേരളത്തിന്റെ ബഹുമാന്യനായ മന്ത്രിയോട് ചോദിച്ചതാണ്. ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. അതായത് കേരളത്തിൽ ഇവർ പറയുന്നു വിമുക്തി എന്ന് പറയുന്ന ഏത് കാലത്ത് ആക്ഷൻ പ്ലാൻ ആണ്? അതായത് അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മേഖലയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. ഇവിടെ കുട്ടികൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിന്തറ്റിക് ഡ്രഗും ഡിസൈൻഡ് ഡ്രഗും കഴിഞ്ഞ് സെൽഫ് ഡിസൈൻഡ് ഡ്രഗിലേക്ക് കടന്നു കുട്ടികൾ. ആ സെൽഫ് ഡിസൈൻഡ് ഡ്രഗിലേക്ക് കടക്കുന്ന കുട്ടികളെ അപ്ഡേറ്റഡ് ആയി ലഹരി ഉപഭോഗവും വിപണനവും നടത്തുന്ന കുട്ടികളോട് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള വിമുക്തിയുമായിട്ട് പോയിട്ട് കാര്യമുണ്ടോ? അപ്പൊ ഞാൻ ചോദ്യമായി ചോദിച്ചു. അങ്ങ് തന്നെ തിരുത്തിയത് കൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. ഹരിയാനയിൽ ഒരു യൂത്ത് കോൺഗ്രസിന്റെ വനിതാ നേതാവ് കൊല്ലപ്പെട്ടു. കൊലക്കേസിലെ പ്രതി യൂത്ത് കോൺഗ്രസ്സുകാരനാണ് എന്ന് പറഞ്ഞിട്ട് ശ്രീ അരുൺകുമാർ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ അങ്ങ് അതിനകത്ത് വന്നിട്ടുള്ള ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് പറഞ്ഞു. ഇനി ശ്രീ അരുൺകുമാർ പറഞ്ഞ ആ ആള് തന്നെ അയാളെ മുൻ യൂത്ത് കോൺഗ്രസ്സുകാരൻ എന്ന് വിളിച്ചു. അത് അയാളുടെ മുൻ യൂത്ത് കോൺഗ്രസ് പശ്ചാത്തലമുള്ള ആളാണ്. അതിനകത്ത് എനിക്ക് യാതൊരു വിധമായ പ്രയാസവും ഇല്ല, മാത്രമല്ല അയാളെ തള്ളി പറയുകയും ചെയ്യും. പക്ഷെ മുൻ യൂത്ത് കോൺഗ്രസ്സുകാരൻ അയാളെ നിലവിലെ യൂത്ത് കോൺഗ്രസ്സുകാരൻ എന്ന് പറയുമ്പോൾ ശ്രീ അരുൺ എന്താ BJPയെ പറ്റി പറയാത്തത്? അയാൾ 2022 യൂത്ത് കോൺഗ്രസിൽ നിന്ന് അയാളെ പുറത്താക്കിയതിനു ശേഷം അയാൾ കഴിഞ്ഞ 2-3 വർഷക്കാലമായി BJPയുടെ വളരെ വലിയ നേതാവായി പ്രവർത്തിക്കുന്ന ആളല്ലേ? അപ്പൊ എന്താ നിലവിലെ BJP നേതാവും മുൻ യൂത്ത് കോൺഗ്രസ് നേതാവുമായിട്ടുള്ള വ്യക്തി എന്നങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ അതിനകത്തൊരു ക്ലാരിറ്റി ഉണ്ടാകില്ല. അപ്പൊ അടിക്കുമ്പം കോൺഗ്രസിനെ അടിച്ചോ, അതിനകത്തൊന്നും പരാതിയില്ല. ഏതെങ്കിലുമൊക്കെ കേസിനകത്ത് കോൺഗ്രസ്സുകാർ കുറ്റവാളികളായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ പറയണം, വിമർശിച്ചതിനെ എക്സ്പോസ് ചെയ്യണം, ഇല്ലായ്മ ചെയ്യണം. പക്ഷെ BJP അടിക്കാൻ എന്താ നിങ്ങൾക്ക് ഇത്ര ഭയം?
അതിനെന്താ ഇത്ര മടി? അത് ശരിയല്ല. പിന്നെ താങ്കളുടെ വേറൊരു കണക്കിട്ടായിരുന്നു, ഇത് നിങ്ങളുടെ ഒരു സ്ഥിരം പ്രസംഗത്തിന്, അത് നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട യുവജന നേതാവിന്റെ ഒരു സ്ഥിരം പ്രസംഗത്തിന്റെ പാറ്റേൺ ആണ്, അത് അങ്ങും സ്വീകരിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിൽ ഈ ഒരു MLA കൊണ്ടിട്ട് കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടേതാണ്, ഒരു ജില്ലാ സെക്രട്ടറി കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടേതാണ്, ഒരു സംസ്ഥാന LDF കൺവീനർ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടേതാണ്. അതിനെല്ലാം അതെല്ലാം സത്യമാണ്, അതൊന്നും ഉണ്ടാകാൻ പാടില്ല. പക്ഷെ തിരിച്ച് വേറൊരു കണക്കില്ലേ, ഏതെങ്കിലും ഒരു ലോക്കൽ സെക്രട്ടറി ആരെങ്കിലും കൊന്നിട്ടുണ്ടെങ്കിൽ ആ കേസിലെ പ്രതി നിങ്ങളുടെ ആളല്ലേ? ഈ ഞങ്ങളുടെ ശരത്ലാലിനെയും കൃപേഷിനെയും കൊന്നയാള്. ഏതെങ്കിലും ഏരിയ സെക്രട്ടറി കൊലപാതക കേസിനകത്ത് പ്രതിയായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആളല്ലേ? അത് ഫ്രാൻസിസ് കരീപ്പയെ കൊന്ന ഏരിയ സെക്രട്ടറി. ഇനിയും ഏതെങ്കിലും ജില്ലാ സെക്രട്ടറി കൊലപാതക കേസിനകത്ത് പ്രതിയായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അല്ലേ? ഏതെങ്കിലും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാരായി രാജനെയും കാരായി ചന്ദ്രശേഖരനെയും പോലുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും മുനിസിപ്പൽ ചെയർമാനും ഒക്കെ കൊലക്കേസിലെ പ്രതികളായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടേതല്ലേ? ഏതെങ്കിലും MLA-മാര് കൊലക്കേസിനകത്ത് പ്രതികളായിട്ടുണ്ട് എങ്കിൽ അത് ശ്രീ MM മണി അടക്കമുള്ള നിങ്ങളുടെ ആളുകളല്ലേ? അത് നിങ്ങൾ തന്നെ സമ്മതിച്ചിട്ടുമുള്ളതല്ലേ? ഇനി കേരളത്തിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി കൊലക്കേസിനകത്ത് പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് ഇപ്പോഴത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയനല്ലേ? അത് വാടിക്കൽ രാമകൃഷ്ണനെ കൊന്ന കേസിനകത്ത് പ്രതിയായിട്ട് അദ്ദേഹത്തെ ചേർത്തിരുന്നില്ലേ? അപ്പൊ അതടക്കമുള്ള കേസിനകത്ത് നിങ്ങൾ കൊന്ന ആളുകളുടെ പട്ടിക എന്താണ് സാർ പറയാത്തത്? കൊല്ലപ്പെട്ടതിന്റെ പട്ടിക താങ്കൾ പറയുന്നുണ്ടല്ലോ. നിങ്ങൾ കൊന്നത്, നിങ്ങളുടെ നേതൃത്വം വരെ കൊന്നിട്ടുള്ള ആളുകളുടെ പട്ടിക കൂടി പറയണം. ആ പട്ടിക കൂടി പറയുമ്പോൾ മാത്രമാണ് ആ കണക്ക്. ഞാൻ അതിൻ്റെ ഒരു ടാലിയിലേക്കല്ല പോകുന്നത്. ഇങ്ങനെ അമിതമായി ഇരവാദം ഉന്നയിച്ചിട്ട് നിങ്ങൾ നടത്തുന്ന അക്രമങ്ങളെ നിങ്ങൾ ചുരുങ്ങിയ പക്ഷം, എനിക്ക് അതിനകത്തൊരു സന്തോഷമുള്ളത്, ഏറ്റവും മിനിമം അങ്ങേ പോലെ ഒരു പൊതുപ്രവർത്തകൻ ഇത്തരം ഒരു ചർച്ചയിൽ വരുമ്പോഴെങ്കിലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ അതെല്ലാം ജീവനരക്ഷാ പ്രവർത്തനങ്ങളാണെന്നല്ലോ പറയുന്നത്. ഞങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ഇരവാദമാണല്ലോ അങ്ങ് ഉന്നയിക്കുന്നത്. അതിനകത്ത് ഞാൻ അങ്ങേ പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുന്നു. എന്റെ ചോദ്യം, ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കന്മാര് അത്തരത്തിൽ ഏതെങ്കിലും ഒരു കൊലപാതകത്തെയോ ഹിംസയോ അക്രമത്തെയോ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വാചകം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ തെറ്റ്. തിരിച്ചെന്റെ ചോദ്യം, കേരളത്തിന്റെ ഹോം മിനിസ്ട്രി കൈകാര്യം ചെയ്യുന്ന ഈ കുട്ടികളെല്ലാം പിടിക്കാനായി ഉത്തരവാദിത്തപ്പെട്ട പോലീസിന്റെ വകുപ്പിനെ കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ആളുകൾ കാണുകെ, മാധ്യമങ്ങൾ കാണുകെ, ഒരു പെൺകുട്ടി അടക്കമുള്ള 4-5 ചെറുപ്പക്കാരെ ചെടിച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് വെച്ചും തലക്കടിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിനെ ജീവൻ രക്ഷാശ്രമം എന്ന് പറഞ്ഞത് തെറ്റാണ് എന്ന് ഒറ്റ വരി പറയാൻ എല്ലാവരും ശ്രീ രാഹുൽ